നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതും ആ ഗിരീഷ് നമ്പ്യാർ അങ്ങനെ വെറുമൊരാളല്ല. അയാൾക്ക് എല്ലായിടത്തും നല്ല പിടിപാടുണ്ട്. അത്ര നിസ്സാരക്കാരനല്ല അയാൾ. ഒരു തവണ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തതാ. ഇനി എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നേ? ഒന്നുകൂടെ അവിടെ പരിശോധന നടത്തണം, അല്ലാതെ വേറെ വഴിയില്ല. മുത്തശ്ശ, അർച്ചന എവിടെങ്ങും കാണാനില്ലല്ലോ. അവള് തിരികെ പോയോ? ഇന്ദ്രജ എങ്ങനെയോ സത്യങ്ങളൊക്കെ അറിഞ്ഞു മോളെ. അർച്ചനയെ തടവിലാക്കിയിരിക്കുകയാണ് അവൾ. അത് മാത്രമല്ല, വൈകമോളെ ഇവിടെ നിന്ന് ഇന്ദ്രജ എവിടേക്കോ മാറ്റി. മോളിങ്ങനെ തകർന്നു പോകരുത്. അങ്ങനെ വന്നാ ഒരിക്കലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാകില്ല മോളെ. തൽക്കാലത്തേക്കെങ്കിലും ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കാതെ ഇന്ദ്രജയെ അനുസരിക്കുകയാണ് നല്ലത്. മറ്റൊരു വഴിയുമില്ല മോളെ. ആഹാ, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? നീ മുത്തശ്ശനോട് സംസാരിക്കായിരുന്നോ? ഞാൻ മുറിയില് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. എന്താണ് മുത്തശ്ശനും കൊച്ചുമോളും കൂടി ഒരു കുശലം പറച്ചില്? മുത്തശ്ശന് നീ ഇവിടെ ഉള്ളത് വലിയ സന്തോഷാണെന്ന് പറഞ്ഞതാവൂ അല്ലേ? നമുക്ക് കഴിക്കാം. വാ. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ വന്നിട്ട് നീ ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച അതിന്റെ ഉത്തരവാദി ഞാനാവില്ലേ? വാ. വാ ഇങ്ങോട്ട്. വാ മോളിരിക്കെ. ഞാനിത് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്ന് ഇതുപോലെ ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ മോളെവിടെ? മോളൊക്കെ സേഫ് ആയിട്ടുണ്ട്. അതോർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് സങ്കടം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ബാക്കിയൊക്കെ മറന്നിട്ട് മോളിതെ ഇതെടുത്ത് കഴിച്ചേ. നീ എന്തിനാ മോളെ എന്നെ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ അമ്മയുടെ സഹോദരിയല്ലേ ഞാൻ. എന്ന് പറഞ്ഞാ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ ഞാനും. എന്റെ മോളാ നീയും. അങ്ങനൊരു സ്ഥാനം ഞാൻ നിനക്ക് തരുമ്പോ നീയോ അത് തിരികെ തരണ്ടേ? ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വയലന്റ് ആവുന്നത്. മക്കൾ അനുസരിച്ചില്ലെങ്കിലേ അമ്മമാരെന്താ ചെയ്യാ? ആദ്യം ഉപദേശിക്കും, അതില് നടന്നില്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കും. അതേ ഈ അമ്മയും ചെയ്യുന്നുള്ളൂ. പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും മോക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ അമ്മ മോളെ ഇങ്ങനെ ബോധം കെടുത്തി ഉറക്കുന്നത്. ഇപ്പൊ തന്നെ ഇത് കഴിക്കാൻ പറഞ്ഞിട്ട് മോള് കഴിക്കുന്നില്ല. കുട്ടികളാവുമ്പോ അനുസരണ കാണിക്കണ്ടേ? അനുസരണക്കേട് കാണിക്കുമ്പോഴാ ദേഷ്യം വരുന്നേ. മോളിത് കഴിക്കേ. അർച്ചന എവിടെ? അവളെ നിങ്ങൾ എന്താ ചെയ്തേ? ഞാൻ അവളെ എന്ത് ചെയ്യാൻ? അവളല്ലേ കള്ളത്തരം കാണിച്ച് ഇവിടേക്ക് കേറി വന്നത്. എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചവളെ കൊന്നുകളയാനുള്ളതാ. പിന്നെ മോളുടെ കൂട്ടുകാരി ആയതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചത്. കുഞ്ഞിനും കൂട്ടുകാരിക്കും ഒന്നും ഒരു കുഴപ്പമില്ല. മോളിത് കഴിക്കേ. കഴിക്കേ. കഴിക്കുമോളെ.
കൊറേയായി ഞാൻ പറയുന്നു ഭക്ഷണം കഴിക്കാൻ. കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കേ. കഴിച്ചു. കഴിച്ചു. ഇത് കുടിക്കേ. കുടിക്കേ. കഴിച്ചോ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ടേക്ക് യുവർ സീറ്റ്. എന്തിനായിരുന്നു സർ എന്നെ വിളിപ്പിച്ചത്? ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ സൈറ. സർ, ആ ഇന്ദ്രജയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ആ ഗിരീഷ് നമ്പ്യാർക്ക് ചില പരാതികളുണ്ട്, ചില സംശയങ്ങളുണ്ട്. സർ, ഞാനും എന്റെ ടീമും ആ വീട് മുഴുവൻ റെയ്ഡ് ചെയ്തതാണ്. ഞാൻ ഇയാളുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്തൊന്നുമല്ല. അവിടെ ഒരു സ്ത്രീ തടങ്കിലുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ചു പറയുക. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്കത് അത്ര വിശ്വാസമാവുന്നില്ല. നേരിട്ട് കണ്ടതുപോലെയാ അയാളുടെ സംസാരം. അവിടെ അങ്ങനെ ആരും ഇല്ല സർ. സഹീറ പറഞ്ഞതുപോലെ അവിടെ ചിലപ്പോ ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ വന്നിങ്ങനെ പറയുമ്പോ നമുക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും ആ ഗിരീഷ് നമ്പ്യാർ അങ്ങനെ വെറുമൊരാളല്ല. അയാൾക്ക് എല്ലായിടത്തും നല്ല പിടിപാടുണ്ട്. അത്ര നിസ്സാരക്കാരനല്ല അയാൾ. ഒരു തവണ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തതാ. ഇനി എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നേ? ഒന്നുകൂടെ അവിടെ പരിശോധന നടത്തണം, അല്ലാതെ വേറെ വഴിയില്ല. അയാളുടെ സംശയങ്ങൾ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴ ഉണ്ടായാൽ തന്റെ മാത്രമല്ല എന്റെയും കസേര തെറിക്കും. അത്രയ്ക്ക് പിടിപാടുള്ള ആളാ അയാൾ. അതുകൊണ്ടാ ഈ രാത്രി തന്നെ ഞാൻ സഹീറയെ വിളിപ്പിച്ചത്. മനസ്സിലായി സർ. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്റെ ടീമുമായി ഒന്നുകൂടി പരിശോധന നടത്താം. ഓക്കെ, നാളെ രാവിലെ തന്നെ പോയേക്ക്. നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങളാ. സർ. അപ്പൊ ശരി, നാളെ പരിശോധന കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓക്കെ സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.